ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈവനിങ്ങിലിട്ട എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ കമൻറ്റ് ചെയ്യാം, ഐക്കാട്ടിലും കൊടുത്തേക്കാം കേട്ടോ. രേവതി വീട്ടിലുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം സച്ചി അവിടുന്ന് കാറിൽ കയറി പോകുന്നുണ്ട്. സച്ചി അവിടെ വന്ന് നിൽക്കുന്നതൊക്കെ നമ്മുടെ രേവതി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടർന്ന് സുധീനെയാണ് കേട്ടോ കാണിക്കുന്നത്. സുധി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ദോശയൊക്കെ ചുട്ടിട്ട് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ. അമ്മേ എനിക്കിനി ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ സുധി. ഇത് കേൾക്കുമ്പോൾ 5 നീ കഴിച്ചില്ലേടാ, നീ ഒന്നുകൂടി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചന്ദ്ര പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ഷോറൂമിൽ ടയേർഡായിട്ട് നിൽക്കുന്നതായിരിക്കുമല്ലോ, അതുകൊണ്ട് വിശക്കുന്നുണ്ടാക്കും. അതെ നല്ല ടയേർഡായിരിക്കും അമ്മേ, ഞാൻ പോയിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് വരാം, ആൻറ്റി ഇവിടെ ഇരിക്കുക എന്ന് പറയണേ. ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്ര പറയുന്നുണ്ട്, കേട്ടല്ലോ അവള് പറഞ്ഞത് നീ ടയേർഡായിരിക്കും എന്നുള്ള കാര്യം, വെറുതെ ഊരി ചുറ്റി നടക്കുന്ന നിനക്ക് എന്ത് ടയേർഡാണ്, എന്താ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എടാ ഇനിയെങ്കിലും നീ എത്രയും വേഗം തന്നെ ഒരു ജോലി കണ്ടെത്തിക്കോ, അല്ലെങ്കിൽ ഇവൾ എത്ര നാൾ പറ്റിക്കാൻ വേണ്ടി പറ്റും, എപ്പോഴാണ് ഈ കള്ളതരം പിടിക്കുക എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ട്. നിനക്കൊട്ടും പേടിയില്ലടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നോക്കാം അമ്മേ, അമ്മ കഴിക്കാൻ നോക്ക്, നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ തലയിലെഴുത്തെന്ന് പറയണം കേട്ടോ ചന്ദ്ര. തുടർന്ന് രവീന്ദ്രന്റെ അരികിലേക്ക് ചെന്നിട്ട്, എത്ര നേരമായി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, വാ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള കാര്യം പറയുമ്പോൾ, സച്ചി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ. രേവണിയാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും ഒരു വിഷമമില്ല നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇപ്പോഴാണ് സമാധാനമായിട്ട് ഇരിക്കുന്നത്, അവള് ചെയ്ത പണി എല്ലാം നിങ്ങൾക്ക് അറിയില്ലേ, ഇനിയും അവൾ ഈ വീട്ടിലേക്ക് വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാണ്ട് കഴിക്കാൻ വേണ്ടി നോക്കുക എന്ന് പറയുമ്പോഴും രവീന്ദ്രൻ രേവതിയെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറയുന്നത്. അവളുടെ അടുത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതല്ലേ, എന്നിട്ട് അവൾ എന്താ ഇത്ര നേരമായിട്ടും വരാത്തെ, ആ ശനി ഒഴിഞ്ഞു പോയി എന്നുള്ള കാര്യം വിചാരിച്ചാൽ മതി, ഈ വീട്ടിലേക്ക് അവൾ വരാതിരിക്കുന്നതാണ് നല്ലത്. നിന്റെ അടുത്ത് പറഞ്ഞ എന്നെ വേണം ആദ്യം പറയാൻ, നിന്റെ വായന്ന് നല്ലതൊന്നും വരില്ലല്ലോ. സച്ചി അവളെ കൂട്ടാൻ വേണ്ടി പോയതാണോ, അവൻ എവിടെ പോയോ എന്തോന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ വീണ്ടും സച്ചിയെ വിളിക്കാണ്. അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട്. സച്ചിയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്, ഗേറ്റൊക്കെ കടന്നിട്ട്. ഏകദേശം വീടിന്റെ പടി എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛന്റെ കോള് കാണുമ്പോൾ സച്ചി ഫോൺ എടുക്കാണ്. എന്നിട്ട് ചോദിക്കുന്നത്, അച്ഛ വീട്ടിലെത്തിയോ, ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അതൊക്കെ ഇരിക്കട്ടെ, നീ എവിടെയാ ഉള്ളത് ഇപ്പോ? വീട്ടിലാണ് അച്ഛ. രേവതിയുടെ വീട്ടിലാണോ എന്ന് ചോദിക്കുമ്പോ, അല്ലല്ല അച്ഛ, നമ്മുടെ വീട്ടിൽ തന്നെ. എടാ ഞാനും ഇവിടെ തന്നെയല്ലേ ഉള്ളത്, പക്ഷെ നീ എവിടെയാ ഉള്ളത്? ഇവിടെ തന്നെ ഉണ്ട് അച്ഛ എന്ന് പറഞ്ഞിട്ട് ഹാളിൽ തന്നെ ഇരിക്കുന്ന രവീന്ദ്രന്റെ അരികിലേക്ക് സച്ചി ചെല്ലുകയാണ് കേട്ടോ. പടിക്കൽ നിന്നിട്ടാണോടാ എന്നോട് ഫോണിൽ സംസാരിച്ചത്, ഇങ്ങോട്ട് വാടാ. വേണ്ട അച്ഛ, ഞാൻ പോയി കിടക്കാൻ പോവാണെന്ന് പറയണേ. അപ്പൊ രവീന്ദ്രൻ പറയുന്നത്, ഇങ്ങോട്ട് വാടാ. അങ്ങനെ സച്ചിയുടെ വരവ് കാണുമ്പോൾ തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഒരുമാതിരി ഇങ്ങനെ ആടി ഒലിഞ്ഞ് നടക്കുന്നത് നീ? അപ്പോഴേക്കും ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും സുധിയും കൂടി എത്തുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു, അവൻ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ട് പോലെ ആടുന്നത് കണ്ടില്ലേ, അവനെ കണ്ടാൽ തന്നെ അറിയില്ല അവൻ വെള്ളം അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അച്ഛ അവൻ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, അപ്പോഴേക്കും സച്ചി മിണ്ടാതിരുന്നോ എന്നുള്ള കാര്യം പറയണേ. തുടർന്ന് രവീന്ദ്രൻ, എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഇനി കുടിക്കരുത് എന്നുള്ള കാര്യം. അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിഷമത്തോടു കൂടി സച്ചി പറയുമ്പോൾ, പിന്നെ എന്തിനാടാ കുടിച്ചിട്ട് വന്നത്? അച്ഛ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്റെ മനസ്സ് വല്ലാതെ കഷ്ടമായിട്ടിരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? എന്റെ അച്ഛനല്ലേ, ഒരുപാട് നല്ലവനാണ്, എത്ര മര്യാദയോടു കൂടി നിന്ന ആളാണ്. ആ അച്ഛനല്ലേ ശ്രീകാന്ത് ലോക്കപ്പിൽ കൊണ്ട് ഇരുത്തിയത്, അവനോടുള്ള ദേഷ്യത്തിൽ ഞാൻ അവന് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രീകാന്തിനെ അടിച്ചോ നീ എന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുമ്പോൾ, അടിച്ചു, അവന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ജോളിയായിട്ട് ജോലിക്ക് പോയിരിക്കാണ്, അവൻ എങ്ങനെയാച്ചാ ഞാൻ വെറുതെ വിടുവോ? അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവനെ അടിച്ചത്, അവൻ എന്ത് ചെയ്യാനാ, എല്ലാം നിന്റെ ഭാര്യ ചെയ്ത പണിയല്ലേ, അവളെയല്ലേ അടിക്കേണ്ടത്. ഇത് കേട്ട സച്ചി പറയുന്നത്, ലേഡീസിനെ അടിക്കാൻ വേണ്ടി പാടില്ല, അത് തെറ്റാണ്, എന്നാലും ഞാൻ അവൾക്ക് ഓങ്ങിയിട്ടുണ്ട് സ്റ്റേഷനിൽ വെച്ചിട്ട്, അവൾക്ക് ഞാൻ വേണ്ടത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അവൾക്ക് എന്തിനാടാ കൊടുത്തത്? അച്ഛ അവളാണല്ലോ എല്ലാത്തിനും കാരണം, അതിനു വേണ്ടിയിട്ട് നീ കുടിച്ചിട്ട് വരുമോ? അച്ഛൻ ആ അവസ്ഥയിൽ കണ്ടപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കരയാണേ. എടാ അതൊക്കെ കഴിഞ്ഞു, പക്ഷെ നിന്നെ ഈ കോലത്ത് കാണുന്നതാണ് എനിക്കിപ്പോ കഷ്ടമായിട്ട് തോന്നുന്നത്. ഇത് നീ നിർത്തില്ലേ, എപ്പോഴാ ഇനി നീ മാറാൻ വേണ്ടി പോകുന്നത്? ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. അവനെങ്ങനെ നന്നാവാനാ? കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന പെണ്ണ് നല്ലതാണെന്നുണ്ടെങ്കിൽ അവനെങ്ങനെ കുടിക്കാനും ഇങ്ങനെ നടക്കാനും വിടുവോ? അവൾക്കും ഇവൻ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അവൾ വിചാരിച്ചതെല്ലാം ഈ വീട്ടിൽ സാധിച്ചു, ഇപ്പോ ഇവിടെയുള്ള ഒരുത്തനെ ഇവിടുന്ന് ഇറക്കി വിടുകയും ചെയ്തു. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ആന്റി ഞാൻ രേവതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവളൊരു പാവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആര്? അവളാണോ പാവം? അവള് ശരിക്കും ഒരു ക്രിമിനൽ ബുദ്ധിയോട് കൂടി നടക്കുന്നവളാണ്. ഓൾറെഡി അവളുടെ അനിയൻ ഒരു ക്രിമിനലാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ വീട് പിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ചന്ദ്ര മതി എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് മതി എന്നാ നിങ്ങൾ പറയുന്നത്? ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷന്റെ പടി ചവിട്ടിയിട്ടുണ്ടോ? ഇന്ന് അവൾ ഉള്ളിൽ തന്നെ ഇരുത്തിയില്ലേ? എന്തായാലും അമ്മേ, എന്റെ ഭാഗ്യമാണ് അവളെ കെട്ടാണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാനും ജയിലിലിരിക്കേണ്ടി വന്നേനെ. അതേടാ, അവൾ ഈ വീട്ടിലേക്ക് വരാണ്ടിരുന്നാൽ ഇത്രയും നാണം കെടേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. വെളിയിൽ തല കാട്ടാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വെളിയിൽ എന്താ വെയിലടിക്കുന്നുണ്ടോ? രാത്രിയല്ലേ? എടാ, അപമാനപ്പെട്ടു എന്നുള്ള കാര്യടാ പറഞ്ഞെന്ന് പറയാൻ കേട്ടോ. സച്ചി ഒരു കോമഡി അടിക്കാൻ വേണ്ടി നോക്കിയതാണ് വെള്ളത്തിന്റെ പുറത്ത്. ഓ, അതാണോ ഒന്ന് ചോദിക്കണേ സച്ചി? കാണുന്നവരെല്ലാം ചോദിക്കുന്നത് നിങ്ങളുടെ മകൻ ഓടിപ്പോയല്ലേ, ഭർത്താവിനെ ജയിലിലാക്കിയല്ലേ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നു. ആരാ ചിരിക്കുന്നത്? ആരാന്ന് വെച്ചാ പറ, അവരൊക്കെ അടിച്ച് ശരിയാക്കാന്ന് പറയണേ സച്ചി. നാട്ടിലുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട്, അത്രയ്ക്കും നാണക്കേടായി. അമ്മയല്ലേ വലിയ വീട്ടിലെ പെണ്ണിനെ അവന് വേണ്ടിയിട്ട് തേടിക്കൊണ്ടിരുന്നത്, ഇപ്പോ അവൻ അച്ഛനെ തന്നെ അപമാനപ്പെടുത്തിയിട്ട് പോയി. നീ എത്ര നല്ല പിള്ളയാണോ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. സുധീർ ഇത് പറയുന്ന സമയത്ത് സച്ചി, എല്ലാ പ്രശ്നത്തിനും കാരണം നീയാണെന്ന് സുധീരുടെ അടുത്ത് സച്ചി പറയുമ്പോ, ഞാൻ എന്ത് ചെയ്തു എന്നാ? നിന്റെ ഭാര്യയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവനെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്? നീ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയത് കൊണ്ടല്ലേ ഇതെല്ലാം നടന്നത്? അങ്ങനെയാണല്ലോ എല്ലാം ആരംഭിച്ചത്. നീ ഓടിപ്പോയപ്പോഴേ അച്ഛന്റെ മാനം തന്നെ പോയി. ബാക്കി ശ്രീകാന്ത് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടും കൊണ്ടുപോയി. നല്ലൊരു മനുഷ്യനാണ്, അവർക്ക് തന്നെ ഇങ്ങനത്തെ 2 പിള്ളകളുണ്ടായല്ലോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, എന്താ സച്ചി നീ വലിയ നല്ലവനെ പോലെ സംസാരിക്കുന്നത്? ആദ്യം നീ നിൽക്കുന്ന നിന്റെ നിപ്പ് ആദ്യം നോക്ക്. എനിക്കെന്താ, ഞാൻ നല്ല പോലെയല്ലേ നിൽക്കുന്നത്? ഇങ്ങനെ ഫുള്ളായിട്ട് കുടിച്ചു വന്നേ നിൽക്കാണ്. അത് അച്ഛന് ഭയങ്കര അഭിമാനമായിരിക്കും അല്ലേ? എന്റെ കഷ്ടവും വിഷമം കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. ഇതെല്ലാം നിന്റെ ഭർത്താവ് ഒറ്റൊരുത്തൻ കാരനാണ്, അറിയോ? ചുമ്മാ എല്ലാം കൂടി ശ്രുതിയുടെ മേലിടണ്ട, നിന്റെ വൈഫ് കാരനാണ് എല്ലാം. ഇത് കേട്ട രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രുതി നീ വെറുതെ ദേഷ്യപ്പെടുന്നത്? പിന്നെ എന്താണ് അങ്കിൾ, രേവതി ചെയ്ത തെറ്റിന് ഇവര് വെറുതെ ചീത്ത പറയുന്നത്? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവൻ വലിയ പുണ്യാളനാണ്, അവനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവനെ അങ്ങനെ ചീത്ത പറയാനൊന്നും പറ്റില്ല. അവനെന്താ തുള്ളി കളിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചോദ്യം ചെയ്യും. ഇങ്ങനെ കുടിച്ചുകൊണ്ട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നാണവും ഇല്ലേ? അത് ചോദിക്കാൻ നീ ആരാ? അടങ്ങി നിന്നോളെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, നീ എന്തിനാ അവളെ ചീത്ത പറയുന്നത്? അധികമായിട്ട് സംസാരിക്കേണ്ടത് എല്ലാവർക്കും നല്ലതെന്നൊക്കെ സച്ചി പറയുമ്പോൾ നീ എന്താടാ അത് ഇതെന്നൊക്കെ പറയുന്നത്? കുറെ നേരം ഞാനും നോക്കുന്നു, ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടെണ്ണം കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താടാ നീ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നത് എന്ന് സുധീന്റെ അടുത്ത് ചോദിക്കുകയാണേ. മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകുന്നതാ നല്ലത്. രാവിലെ നിന്റെ അനിയൻ എന്റെ അടുത്ത് അടി മേടിച്ചു, ഇപ്പൊ നീ അടി മേടിക്കാൻ നിക്കണ്ട. നീയാണോടെ എന്നെ അടിക്കാൻ വേണ്ടി പോകുന്നത്? നിക്കാൻ പോലും പറ്റില്ലാതെ ആടിക്കൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തള്ളം കൊടുക്കാണ് കേട്ടോ സച്ചിക്ക്. ആ ദേഷ്യത്തിൽ സച്ചി പോയിട്ട് അടിക്കുന്നത് ശ്രുതിയുടെ കവിളത്താണ് കേട്ടോ. ശരിക്കും ശ്രുതിയല്ല അടിക്കുന്നത്, ശ്രുതിക്കിട്ടിട്ടാണ് കൊടുക്കുന്നത്, പക്ഷെ കൊള്ളുന്നത് ശ്രുതിക്കിട്ടിട്ടാണേ. അങ്ങനെ രണ്ടുപേരും കൂടി ഷർട്ടിന്റെ കോളറൊക്കെ പിടിച്ചിട്ട് ഫുള്ള് ഉന്തും തള്ളൊക്കെയാണ്. അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിർത്ത് അടിക്കല്ലേ എന്നുള്ള കാര്യമൊക്കെ. ആ അടിക്കിടയിൽ വീണ്ടും സച്ചി അടിക്കാൻ വേണ്ടി പോകുമ്പോൾ 2ാമത്തെ പ്രാവശ്യവും ശ്രുതിക്ക് എന്നെ അടി കൊള്ളുകയാണ്. ഇത് കണ്ടിട്ട് സഹിക്കാനാവാതെ നെഞ്ചുവേദന വരികയാണ് കേട്ടോ രവീന്ദ്രന്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ തുടർ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക്